എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടർ അല്ലെങ്കിൽ മേഖലയാണ് പ്രതിരോധ മേഖല എന്ന് പറയുന്നത്. ലോകത്തിലുള്ള ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ രാജ്യങ്ങൾക്കും, അത് ഇന്നുള്ളതല്ല, നേരത്തെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾക്കും പണ്ടുണ്ടായിരുന്ന രാജ്യങ്ങൾക്കും, അത് സാമ്രാജ്യത്തിൻ്റെ സമയമായിരുന്നാലും ശരി, ഇപ്പോഴുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നേഷൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ കാലഘട്ടമായാലും ശരി, എല്ലാ രാജ്യങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിരോധം. ആ രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രതിരോധ മേഖല എന്ന് പറയുന്നത്. അപ്പം ആ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി, അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആകുക എന്നുള്ളത് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രധാന ഉദ്ദേശവും ലക്ഷ്യമാണ്. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജിയോ പൊളിറ്റിക്കലി നമ്മളെടുത്ത് നോക്കുമ്പോൾ, ഇപ്പം ആദ്യത്തെ USA മുതൽ ഇങ്ങോട്ട് ഒരു 10-40 രാജ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, 40 അല്ലെങ്കിൽ 30-40 രാജ്യങ്ങൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, അതേപോലെ ഒരു 50 എന്നുള്ളൊരു നമ്മൾ സീലിംഗ് വെച്ചിട്ട് അതിൽ 50 നമ്പേഴ്സ്, ആദ്യത്തെ ടോപ്പ് 50 നേഷൻസ് നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ജിയോ പൊളിറ്റിക്കൽ രാജ്യം തന്നെയാണ്, നേഷൻ തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചും നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് മേഖല അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ നമുക്ക് കാര്യമായിട്ടുള്ള പുരോഗതികൾ അല്ലെങ്കിൽ സ്വയം പര്യാപ്തത വേണ്ട രീതിയിൽ, എന്നുവെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ സ്വയം പര്യാപ്തത കൈ മുതലാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള പ്രൊഡക്ഷനെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഡിഫൻസിനെ എക്വിപ്പ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇതുവരെ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. കാരണം നമ്മളറിയാം, ലോകത്തിലെ എല്ലാ വർഷവും പ്രത്യേകിച്ച് 2013-19 കാലഘട്ടത്തും നമ്മളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത് രണ്ടാമതൊക്കെ എപ്പോഴും നമ്മൾ ഒന്നുകിൽ ഒന്നാമത്തെ സ്ഥാനത്തായിരിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനമായിരിക്കും നമ്മൾ ആംസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആയുധങ്ങൾ നമ്മൾ വാങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒന്നുകിൽ ഒന്നാമതോ അല്ലെങ്കിൽ രണ്ടാമതോ ഒക്കെ ആയിരിക്കും. രണ്ടാമത് സൗദി അറേബ്യ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ വരാം. ഈവൻ ചൈനയൊന്നും ഇപ്പോൾ ആ ഒരു ലിസ്റ്റിലില്ല. ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന, ചിലപ്പോൾ അവർ 4-മതോ 5-മതോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ലിസ്റ്റിലുണ്ടാകുന്നുണ്ടെങ്കിൽ. അതിനെക്കുറിച്ച് കൃത്യമായൊരു വീഡിയോ നമുക്ക് ചെയ്യാം. പക്ഷേ ഇന്ത്യ എപ്പോഴും ഒന്നാമത്തെ രണ്ടാമത്തെ ലിസ്റ്റിലുണ്ടാകും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ് അതിൽ. അപ്പം അത് നമുക്ക് തീർച്ചയായിട്ടും ദീർഘകാലം നമുക്ക് അങ്ങനെ തുടരാൻ സാധിക്കത്തില്ല. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള മേഖലകളെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതായിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. കാരണം ഇന്ത്യ വളർന്നു വരുന്നൊരു ശക്തിയാണ്. വളർന്നു വരുന്ന ശക്തി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഈ മേഖലയുടെ വളർച്ചയെ നമുക്ക് കൂടുതൽ പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് രാജ്യത്തിൻ്റെ സുരക്ഷയുടെയും കൂടി ഒരു ഭാഗമാണ്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ നമ്മൾ അത്ഭുതകരമായിട്ടുള്ള വളർച്ച ഈ മേഖലയുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും നമ്മൾ കൈവരിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിച്ചൊരു രാജ്യമാണ്. INS വിക്രാന്ത് എന്ന് പറയുന്ന നമ്മുടെ നേവിയുടെ ഇപ്പം കമ്മീഷൻ ചെയ്തിട്ടുള്ള, നമ്മളുടെ കൊച്ചി ഷിപ്പ് യാർഡിൽ നമ്മൾ നിർമ്മിച്ച, നമ്മളുടെ സ്വന്തം കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും നമ്മൾ നേടിയെടുത്ത ഒരു നേട്ടമാണ്, അച്ചീവ്മെൻ്റാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ പല മേഖലകളിൽ നമുക്കറിയാം, ബ്രഹ്മോസ് ഉണ്ട്. അങ്ങനെ പല മേഖലകളിൽ പല മിസൈൽസ്, അഗ്നി, ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈല്. അപ്പം അതിൻ്റെ ഒത്തിരി സ്റ്റേജുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നമ്മളതിനെ കൂടുതൽ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി അങ്ങനൊരു നേട്ടം നമ്മൾ കൈവരിക്കുകയും ചെയ്തു. കാരണം ചൈനയുടെ ഏത് ഭാഗത്തും നമുക്ക് എത്തിച്ചേരാൻ തക്ക റേഞ്ചുള്ള അഗ്നി മിസൈൽ നമുക്ക് സ്വന്തമാണ്. പൃഥ്വിയുണ്ട്, ആകാശുണ്ട്, അങ്ങനെ ബ്രഹ്മോസ് മിസൈൽസ് ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾക്ക് തീർച്ചയായിട്ടും പുരോഗതി കൈവരിക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെയാണ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇനിയും കൂടുതലായി നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മേഖലയിൽ അത്ഭുതകരമായിട്ടുള്ള വളർച്ച കൈവരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്.
ഇപ്പം നമ്മുടെ ഡിഫൻസിൻ്റെ പ്രൊഡക്ഷൻ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഡിഫൻസ് പ്രതിരോധ മേഖലയിലുള്ള നമ്മുടെ ഉൽപ്പാദനം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2016-17 കാലഘട്ടം മുതൽ 2024-25, അതായത് ഈ വർഷത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷത്തെ കണക്ക് പൂർണ്ണമല്ല, കാരണം ഇപ്പോൾ ഡിസംബർ നവംബർ കഴിഞ്ഞ് ഡിസംബർ ആയതല്ലേ ഉള്ളൂ. അപ്പം 2016-17 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം, അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, പൊതുമേഖല ഡിഫൻസ് സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട്, പിന്നെ 2-3 ഡിവിഷൻസ് ഉണ്ട്. ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്, അതായത് നമ്മളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഡിഫൻസിന് വേണ്ടി മാത്രമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ. പിന്നെ ന്യൂ ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്, പുതുതായി വല്ലതും രൂപീകരിച്ച ഡിഫൻസ് പബ്ലിക് സെക്ടേഴ്സ്. പിന്നെ അതർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ജോയിൻറ്റ് വെഞ്ചേഴ്സിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും കമ്പനികളുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെയുള്ള പ്രൈവറ്റ് കമ്പനികളായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉള്ള പബ്ലിക് സെക്ടർ കമ്പനീസ് ഉണ്ട്. പിന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ. അപ്പോൾ ഇത്രയും 4 സെക്ഷൻസാണ് നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷനിൽ ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻസ് പ്രത്യേകം വലിയ ടേബിളാണ് അവിടെ പറഞ്ഞിരുന്നാലും 2016-17 നമ്മൾ എടുത്ത് നോക്കുന്നത് മൊത്തം നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ 74,054 കോടിയായിരുന്നു ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ഗ്രോസ്. അത് 2024-25 അവിടെ നിൽക്കട്ടെ, നമുക്ക് 2023-24 നോക്കാം. 2023-24 ആയപ്പോഴത്തേക്ക് അത് 1,27,265 കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 74,054 കോടിയിൽ നിന്നും 2016-17 എടുത്തു നോക്കുമ്പോൾ 2023-24 ആയപ്പോഴത്തേക്ക് 1,27,265 കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്ഷനിൽ നമ്മൾ ഇൻക്രീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 17-18 അത് 78,820 കോടി, 18-19 അത് 81,120 കോടി, 19-20 79,071 കോടി കുറഞ്ഞിട്ടുണ്ട്, 18-19 അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 20-21 84,643, 21-23 21-22 94,845 കോടി രൂപ. പിന്നെ 21-22 പിന്നെ 22-23 1,08,654, പിന്നെ 23-24 1,27,265. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേഖലയിലുള്ള പ്രൊഡക്ഷൻ ഗണ്യമായി കൂടുന്നുണ്ട്. അതൊരു ഭാഗം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട കയറ്റുമതി, എക്സ്പോർട്ട് അതേ കണക്ക് തന്നെ നല്ല വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കയറ്റുമതി എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുവാൻ മറ്റ് രാജ്യങ്ങൾ വേണം. അതായത് നമ്മൾ അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമ്മളിൽ നിന്ന് നമ്മളുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഡിഫൻസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ്, വെപ്പൺസ്, എയർക്രാഫ്റ്റ്, മിസൈൽസ് ഇതൊക്കെ മേടിക്കുവാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ എക്സ്പോർട്ടിനകത്തിൽ ഗണ്യമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വർധന ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇത് നമ്മുടെ 2023-24 ആയപ്പോഴത്തേക്കും നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് 21,083 കോടി രൂപയായിട്ട് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം $2.63 ബില്യൺ തുല്യമായിട്ടുള്ള 21,083 കോടി രൂപയാണുള്ളത്. അത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ, അതിന് മുമ്പത്തെ വർഷത്തിനേക്കാളും 32.5% വർധനമാണ്. അപ്പോൾ വർധനവ് ഈ 32.5% എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മേഖലയിലുള്ള പിന്നെ നല്ല വളർച്ചയാണ് കാണിക്കുന്നത് പറഞ്ഞാൽ. അപ്പം ഏകദേശം നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏകദേശം 31 ടൈംസ് നമ്മളിനകത്തിൽ എന്നുവെച്ചാൽ 31 പ്രാവശ്യം 31% നമ്മൾ 31 ടൈംസ് ഇതിൻ്റെ വർധന ഉണ്ടായി എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഡിഫൻസ് എക്സ്പോർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രൊഡക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡിഫൻസ് എക്സ്പോർട്ട്, ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമല്ലോ പല രാജ്യങ്ങളിലേക്ക് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും വർധന ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. തീർച്ചയായിട്ടും അതിനകത്തിൽ ഇനിയും കാര്യമായിട്ടുള്ള വർധന ഉണ്ടാകും. ഇനി നമ്മുടെ നിന്നും ഏകദേശം 90-ൽ പരം 100-ലധികം 100-ൽ വരുന്ന രാജ്യങ്ങൾ നമ്മുടെ
ഇന്ത്യയിൽ നിന്നും പലതരത്തിലുള്ള ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്നുണ്ട്. അതിലേറ്റവും ഇതിനകത്തിലെ ഈ എന്താണ് പറയുന്നത്, നമുക്ക് കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന 3 പ്രധാന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അമേരിക്ക, ഒന്ന് ഫ്രാൻസ്, ഒന്ന് അർമീനിയാണ്. അപ്പോൾ അമേരിക്കയും ഫ്രാൻസും നമ്മളിൽ നിന്ന് ആയുധം വാങ്ങിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും. കാരണം ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് അമേരിക്ക എന്ന് പറഞ്ഞത്. എല്ലാ വർഷവും ലോകത്തിലെ ടോപ്പ് എക്സ്പോർട്ടർ അമേരിക്ക തന്നെയാണ്. അത് കഴിഞ്ഞ റഷ്യയും അല്ലെങ്കിൽ ഫ്രാൻസും ചൈനയൊക്കെ വരത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള അമേരിക്ക നമ്മളിൽ നിന്ന് ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആയുധങ്ങളല്ല, ഡിഫൻസ് റിലേറ്റഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അമേരിക്കയും ഫ്രാൻസും അർമീനിയയും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളാണ് നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്ന, നമ്മുടെ ഡിഫൻസ് പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന 3 രാജ്യങ്ങളാണ്. അപ്പം അർമീനിയാണ് അതിൽ ഏറ്റവും നമ്മുടെ ടോപ്പായിട്ടുള്ളൊരു ക്ലയൻറ്റ്, ഏറ്റവും ഫിനിഷ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രോഡക്റ്റ് മേടിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ഫിനിഷ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിഫൻസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റം നമ്മളിൽ നിന്ന് മേടിക്കുന്ന ടോപ്പ് ക്ലയൻറ്റ് അർമീനിയ തന്നെയാണ്. അർമീനിയ എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള സോവിയറ്റ് യൂണിയൻ റിപ്പബ്ലിക് ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ ഡിസോൾവ് ആയപ്പോൾ അല്ലെങ്കിൽ പൊളിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായി മാറിയ ഒരു രാജ്യമാണ് അർമീനിയ എന്ന് പറയുന്നത്. അപ്പം ഈ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുള്ള ഡിഫൻസ് പ്രൊഡക്ഷൻ പബ്ലിക് സെക്ടർ യൂണിറ്റ്സും പ്രൈവറ്റ് സെക്ടർ യൂണിറ്റ്സും ഏകദേശം 100ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആംസ് ഉണ്ട്, അമ്യൂണിഷൻസ് ഉണ്ട്, അതുപോലെ ഫ്യൂസസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ബ്രഹ്മോസ് മിസൈൽസ് ഉണ്ട്, പിന്നെ ആർട്ടിലറി ഗൺസ് ഉണ്ട് എന്ന് പറയുന്നു. ഡോർണിയർ 228 എയർക്രാഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ പല പത്രവാർത്തകളിൽ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ഈ പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ റഡാറുകൾ, പലതരത്തിലുള്ള റഡാറുകളുണ്ട്. ആകാശ് മിസൈലുണ്ട്, എയർ ഡിഫൻസ് മിസൈലാണത്. പിന്നെ പിനാക റോക്കറ്റ്സ് ഉണ്ട്, ആർമേഡ് വെഹിക്കിൾസ് ഉണ്ട്. അങ്ങനെ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് അല്ല, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രോഡക്റ്റ്സാണ് നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക് ഈ പറഞ്ഞ 90 മേലെ അല്ലെങ്കിൽ 100-നകത്ത് വരുന്ന രാജ്യങ്ങളിലേക്ക്. തീർച്ചയായിട്ടും അത് ഒരു വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ലോകത്തിലാകെ UN-ലാണ് 190 ചില്ലാനം ലോകരാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ UN-ൻ്റെ അംഗങ്ങളായിട്ട് പറഞ്ഞത്. അതിൽ നമ്മൾ 100ഓളം രാജ്യങ്ങൾ ചെറുതും വലുതായിട്ടുള്ള ഈ പറഞ്ഞ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ആംസും അതുപോലെ തന്നെ കമ്പോണൻസ്, സ്പെയർസ്, പാർട്സ് ഒക്കെ നമ്മൾ വിൽക്കുന്നുണ്ടെന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നേടിയെടുത്ത ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. ഇനി നമ്മൾ US-ലേക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് നോക്കാം. US-ലേക്ക് കാര്യമായിട്ട് വലിയ കംപ്ലീറ്റ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം നമ്മൾ കൊടുക്കുന്നില്ല. ചില സബ്സിസ്റ്റംസും അതുപോലെ ചില കോമ്പണൻസും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്കറിയാം, ഹൈദരാബാദിലെ ടാറ്റയും ബോയിങ്ങും തമ്മിലൊരു ടൈപ്പോട് കൂടി അവരുടെ ടാറ്റ, പിന്നെ എന്താണ് പറയുന്നത്, പിന്നെ ടാറ്റ ബോയിങ് എയറോസ്പേസ് ഹൈദരാബാദിലുണ്ട്. പിന്നെ അപ്പം ബോയിങ്ങിനും ഈ ലോകത്തിലെ ഏറ്റവും വമ്പൻ ആയുധ കമ്പനിയായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ, ഇവർക്കൊക്കെ നമുക്ക് വേണ്ട സബ്സിസ്റ്റംസ് അതുപോലെ തന്നെ കമ്പോണൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് US-ലേക്കാണെന്നുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ ഹെലികോപ്റ്ററിനും എയർക്രാഫ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വിങ്സ്, ഫ്യൂസലേജ്, പിന്നെ അതുപോലെ തന്നെ ഉള്ള ചില കമ്പോണൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ്റെ ഭാഗമായിട്ട് അവരിവിടെ ഉള്ള നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ള ചില കമ്പനികളായിട്ടുള്ള ടൈപ്പോടുകൂടി അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറോടുകൂടി നടത്തിയിട്ടുള്ള പിന്നെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം US-ലേക്ക് നമ്മൾ അങ്ങനെ വലിയ പറയത്തക്ക വലിയ എക്സ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളൊന്നുമില്ല. ഈ പറഞ്ഞ കമ്പോണൻസും അതുപോലെ തന്നെ ചില സബ്സിസ്റ്റംസ് ഒക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റ ബോയിങ് എയറോസ്പേസ് ഹൈദരാബാദിലുള്ളത് ഈ അപ്പാഷെ ഹെലികോപ്റ്ററിന് വേണ്ടിയുള്ള അറ്റാക്ക് ഹെലികോപ്റ്ററിനുള്ള ഫ്യൂസലേജ്, അതുപോലെ ചില സെക്കൻഡറി സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അമേരിക്കയിലേക്ക് നമ്മൾ ഇത്രയാണ് കൊടുത്തുകൊടുക്കുക. അതിന് ഫ്രാൻസിലേക്കെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു വിവരണമില്ല. പക്ഷേ അവർക്കും നമ്മൾ ചില സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് പറഞ്ഞാൽ അർമീനിയ എന്ന് പറയുന്ന രാജ്യത്താണ്. അർമീനിയ നമുക്കറിയാം അസർബൈജാനുമായിട്ട് പ്രശ്നമുള്ളൊരു രാജ്യമാണ്. അസർബൈജാനെ പ്രധാനമായിട്ടും സഹായിക്കുന്നത് പിന്നെ ടർക്കിയും പാകിസ്ഥാനുമാണ്. ഈ 2 രാജ്യങ്ങൾ അസർബൈജാന് വേണ്ട ആയുധങ്ങളും
മറ്റ് സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. അർമീനിയക്ക് നമ്മളും കാര്യമായിട്ടുള്ള അർമീനിയ നമ്മൾ തമ്മിലുള്ള ഡിഫൻസ് ടൈപ്പ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ആയുധങ്ങളും അതുപോലെ മറ്റ് ഡിഫൻസ് പ്രോഡക്ട്സുള്ള അർമീനിയ വളരെയധികം കൂടുതൽ വാങ്ങിക്കുന്ന ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും. അപ്പം നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് മേടിക്കുന്ന ഒരു രാജ്യം അർമീനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആർട്ടിലറി ഗൺസ് ഉണ്ട്, വെപ്പൺസ് ലൊക്കേറ്റിംഗ് റഡാർസ് ഉണ്ട്, മിസൈൽസ് ഉണ്ട്, റോക്കറ്റ് സിസ്റ്റംസ് ഉണ്ട്, ബുള്ളറ്റ് പ്രൂഫ്സ് ഉണ്ട്. പിന്നെ അതുപോലുള്ള ഒത്തിരി പ്രോഡക്ട്സുകൾ അവർ നമ്മളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അസർബൈജാനുള്ള വിഷയങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ 2020 അർമീനിയ നമ്മുടെ ഏറ്റവും വലിയ ടോപ്പ് ഇമ്പോർട്ടറായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ 2020 ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത രാജ്യം അർമീനിയ ആയിരുന്നു. അപ്പോൾ അതിനകത്തിൽ ഈ ആകാശ് എയർ മിസൈല് പിന്നെ അർമീനിയ നമ്മുടെ ഈ ആകാശ് 1S എന്നുള്ള എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രസീൽ നമ്മളുമായിട്ട് ഈ മിസൈലിൻ്റെ പ്രൊഡക്ഷനിൽ കൂടുതൽ സഹകരിക്കാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. കോ പ്രൊഡക്ഷനും കോ ഡെവലപ്മെൻറ്റിനും വേണ്ടിയുള്ള. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ്. ബ്രഹ്മോസ് ആൻറ്റി ഷിപ്പ് മിസൈൽ എന്ന് പറയും, ക്രൂയിസ് മിസൈൽ. അപ്പോൾ അതിനുവേണ്ടി ഫിലിപ്പീൻസുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. അത് ഏകദേശം $375 മില്യൺ ഒരു ഡിഫൻസ് എഗ്രിമെൻ്റാണത്. അപ്പോൾ അത് ഫിലിപ്പീൻസ് നമ്മളിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ ചില പിന്നെ ആസിയൻ രാജ്യങ്ങളും എന്ന് പറഞ്ഞില്ലേ, ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് പറയുന്നത്, അതായത് വിയറ്റ്നാം അതുപോലുള്ള രാജ്യങ്ങളൊക്കെ അതിൽ. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ, അതുപോലെ തന്നെ ഗൾഫിലെ ചില രാജ്യങ്ങളൊക്കെ ഈ പറഞ്ഞ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽസ്, ആൻറ്റി ഷിപ്പ് മിസൈൽസ് വാങ്ങുവാനുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞു. 1.27 ട്രില്യൺ, അതായത് 1,27,000 കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മൾ 23-24 ആയപ്പോഴത്തേക്ക് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു. അത് ഏതാണ്ട് 16.7% അതിൻ്റെ മുമ്പത്തെ വർഷത്തേക്കാളും നമുക്ക് വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28-29 ആകുമ്പോഴത്തേക്ക് 3 ലക്ഷം കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം 3 ലക്ഷം കോടി രൂപയുടെ, അതായത് 3 ട്രില്യൺ റുപ്പീസ്, 3 ലക്ഷം കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രൊപ്പോർഷണലായിട്ടും നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റും പ്രതിരോധ കയറ്റുമതിയും നമുക്ക് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മുടെ ഇതിനകത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏകദേശം 16 പബ്ലിക് സെക്ടർ യൂണിറ്റ്സാണ്. നമ്മുടെ പൊതുമേഖലയിലുള്ള 16 പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് ഏകദേശം 68.27% അവരുടെ കോൺട്രിബ്യൂഷൻ. പിന്നെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ ഏകദേശം 430ഓളം ലൈസൻസ്ഡ് കമ്പനീസ് ഉണ്ട്, ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിട്ട് പ്രൈവറ്റ് മേഖലയിലുള്ള. പിന്നെ 16,000-ഓളം വരുന്ന മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 23.8% വരെ പ്രൊഡക്ഷനിലാണ് വരുന്നത്. പിന്നെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൻ്റെ 68.27%. പിന്നെ ബാക്കി കമ്പോണൻസ്, സ്പെയറുകളൊക്കെ നിർമ്മിക്കുകയും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് വേറെ ഉണ്ട്. അപ്പം ഈ 3 സെക്ടറുകൾ അടങ്ങുന്നതാണ് നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഈ മേഖലയിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള വളർച്ച നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ, പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേറൊരു അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് നമ്മൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുക, അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 2 പ്രയോജനം. ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന്, നമ്മുടെ ഫോറിൻ കറൻസി നമുക്ക് കാത്തു സൂക്ഷിക്കാം. 2, നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കാതെ നമുക്ക് നമ്മളുടെ ഉൽപ്പാദന മേഖലയും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആഭ്യന്തര ഉൽപ്പാദന മേഖലയെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സുരക്ഷയെ കൂടുതൽ അതിനെ കൂടുതൽ എൻഷുർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്കതിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഇനിയും കൂടുതൽ വളർച്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കൂടുതൽ പ്രൈവറ്റ് സെക്ടറിലെ കൂടുതൽ കമ്പനികൾ ഈ മേഖലയിലേക്ക് വരികയും ഗവൺമെൻറ് അതിനുള്ള പര്യാപ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഡിഫൻസ് ബജറ്റ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനുള്ള കോൺട്രിബ്യൂഷൻ വളരെ കൂടുതൽ പ്രൊപ്പോർഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൂടുതൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ എംബസിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ തീർച്ചയായിട്ടും വളർച്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവുകളാണത്. അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിൽ നമുക്ക് കൂടുതൽ വളർച്ച നേടിയെടുക്കാൻ സാധിക്കും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും വളരെ സഹായകരമാകും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.